ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ബഹറിൽ കഴിഞ്ഞ ദിവസം ഒരു പുസ്തക പ്രകാശനം നടന്നു. പത്തനംതിട്ട സ്വദേശിയും ബഹറിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനുമായ ബിജി തോമസിൻ്റെ മൂന്നാമത്തെ പുസ്തകമായ രക്തക്കറ പുരണ്ട മഷിപ്പാടുകൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. അഭിനേത്രിയും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്താണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ബഹ്റിനിലെ പ്രമുഖ എഴുത്തുകാരനും പത്തനംതിട്ട സ്വദേശിയുമായ ബാബ ആമി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ബിജി തോമസിന്റെ മൂന്നാമത്തെ പുസ്തകമായ രക്തക്കറ പുരണ്ട മഷിപ്പാടുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നടിയും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ളയ്ക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. പുസ്തകങ്ങൾ ഒരു വർഷം നമ്മൾ ഈ കൊച്ചു സ്ഥലത്ത് വിൽക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വരാൻ കഴിഞ്ഞതിൽ. പറയാൻ വന്ന വിശേഷം, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ ഭാഗമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. പക്ഷെ ബഹ്റിനിൽ ഇങ്ങനൊരു ബുക്ക് ഫെയർ കുറച്ച് കാലമായിട്ട് നടക്കുന്നതിന് ഗ്ലിംസസ് ഒക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ കാണും. എങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റും എന്നുള്ളത് കുറച്ച് നാളുകളുടെ എഴുത്തുകാരന് പ്രത്യേകം ആശംസകൾ. ബാബ ആമിയുടെ കഥകൾ ഒരുപാട് വായിക്കപ്പെടട്ടെ, എല്ലാവിധ ആശംസകളും. ബാബ ആമി എന്ന ബിജി തോമസിനൊപ്പം ഓടാൻ തുടങ്ങുകയും എന്നാൽ പ്രവാസിയുടെ സ്വതസിദ്ധമായ ജോലി തിരക്കുകളും മടിയും കാരണം യാന്ത്രികമായ ലോകത്തെ ചിന്തകളും എഴുത്തുകളെല്ലാം മരവിച്ചു പോയ വ്യക്തിയാണ്. റൂമിലേക്ക് പോകുമ്പോൾ സാധാരണയായിട്ട് അവിടെ എപ്പോഴും കാഫ്കയും നെരൂദയും അതുപോലെ തന്നെ മാർക്കോസും അയ്യപ്പട്ടനൊക്കെ ചോദിക്കാറുണ്ട്, നീ എന്താ ഞങ്ങളെയൊക്കെ പരിഗണിക്കാറില്ലേന്ന്. അപ്പോൾ അലമാറയിൽ കിടക്കുന്ന പുസ്തകങ്ങൾ എന്നെ നോക്കിയിട്ട് തലയാട്ടാറുമുണ്ട്, ഇവർ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട്. വിഷയത്തിലേക്ക് വരാം. ശ്രീ ബാബ ആമി എന്ന ബിജി തോമസിൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ ഈ കഥാസമാഹാരത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മനോഹരമായ ഇന്നത്തെ മാധ്യമ പത്രത്തിൽ വന്ന തലക്കെട്ട് വളരെ കറക്റ്റായിരുന്നു. ഈ പുസ്തകത്തിന് എഴുത്തുകാരൻ്റെ മഷിയിൽ പുരണ്ട രക്തമാണ് ഇന്നത്തെ പുസ്തകത്തിൻ്റെ ആ ഒരു തലക്കെട്ടിലൂടെ കാണിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരുപാട് ഏകദേശം ഒരു 30ഓളം ചെറുകഥാ സമാഹാരമാണ് ഈ പുസ്തകമുള്ളത്. അതിൽ ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യനെ കൊന്നെടുക്കുകയും മനുഷ്യനോ എന്നൊരു കഥ, രാത്രിയിൽ കണ്ട ഒരു സ്വപ്നം, അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ അനുഭവവേദ്യമാക്കുകയായിരുന്നു എഴുത്തുകാരൻ്റെ ആ ഒരു രചന. അതുപോലെ തന്നെ ഒരുപാട് കഥകളുണ്ട്. അമീറയുടെ മരണം തുടങ്ങി ഒരുപാട് കഥകളുണ്ട്. ഞാനിത് ഈ വേദി ഒരുപാട് ദീർഘിപ്പിച്ച് പറയേണ്ടതല്ല. ഇന്നത്തെ കാലത്ത് ദുരന്തവും ആഘോഷിക്കപ്പെടുന്ന ഈ മീഡിയ കാലത്ത് ഞങ്ങളെപ്പോലെയുള്ളവർക്കുള്ള പ്രവാസികളായ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ജീവിതം എത്ര മനോഹരമായിരുന്നു എന്ന് പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം വളരെ ഉയരങ്ങളിലെത്തട്ടെ, ചർച്ച ചെയ്യപ്പെടട്ടെ. മൂന്നാമത്തെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം അത്രമാത്രം സന്തോഷമുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരായ എൻ്റെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാർ. അവരൊന്നും ഇത് കാണുന്നില്ല, എന്നാലും അവർ കാണും ഇന്നല്ലെങ്കിൽ നാളെ. അതുപോലെ തന്നെ എൻ്റെ എഴുത്തിൻ്റെ വഴിയിലേക്ക് പ്രോത്സാഹിപ്പിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതലായിട്ട് പ്രചോദനം ചെയ്തത് എഴുത്തിൻ്റെ മേഖലയിൽ. കാരണം സോഷ്യൽ മീഡിയയുടെ വരമാണ് എൻ്റെ എഴുത്തിലൂടെ കൂടുതലായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചേർന്നത്. സോഷ്യൽ മീഡിയ വഴി പല ഗ്രൂപ്പുകളിലേക്കും പലരും എന്നെ കൊണ്ടുപോയി. അങ്ങനെ എഴുതി പല കാര്യങ്ങളും
മനുഷ്യന് ഇഷ്ടപ്പെട്ടിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു, വീണ്ടും എഴുതണമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ എപ്പോൾ എഴുത്ത് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പലരും ചോദിച്ചു, എന്നാണ് നീ എഴുത്ത് തുടങ്ങിയതെന്ന്. തുടങ്ങിയത് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും മുന്നോട്ട് പഠിക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. അപ്പനോട് പറഞ്ഞപ്പോൾ സാധാരണക്കാരനായ മനുഷ്യൻ 2 കൈ നീട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ രക്ഷയില്ല എന്നെ. അപ്പോൾ ഞാൻ ജോലി തേടി നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. നോർത്ത് ഇന്ത്യയിൽ ചെന്ന് എനിക്കറിയാത്ത ഭാഷ, എനിക്കറിയാത്ത ആളുകൾ, ഒറ്റപ്പെട്ടതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഒറ്റപ്പെടലും ഏകാന്തതയും അതുപോലെ തന്നെ ഞാൻ അനുഭവിച്ചതായ ഓരോ ദിവസവും ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ കുറേ എഴുതി എനിക്കറിയില്ല, അതൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് തന്നെ എനിക്കറിയത്തില്ല. എന്നാൽ അതേപോലെ തന്നെ ഈ ബഹറിൻ്റെ മണ്ണിലെത്തി, ഈ ബഹറിൻ്റെ മണ്ണിൽ ഞാൻ എഴുതാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു അനുഗ്രഹമായിരുന്നു. എന്നോട് പലരും ചോദിക്കുമായിരുന്നു, ഈ എഴുതി വെക്കുന്ന എല്ലാം കൂടി എന്ത് ചെയ്യുമെന്ന്. കാരണം എനിക്ക് രാത്രി 9:30 വരെ ഡ്യൂട്ടിയാണ്. രാത്രി 9:30 വരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിലെത്തി, അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന അല്പസമയം ആഹാരം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാളെ നിങ്ങൾക്ക് എഴുതി അയച്ചേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്നതായ കഥയ്ക്കൊരു ആസ്വാദനം ഞാൻ എഴുതി അയച്ചേക്കാം എന്ന് പറയുമ്പോൾ എനിക്കത് പിറ്റേ ദിവസം കൊടുക്കാനെ കൊണ്ട് വേണ്ടി വരുമ്പോൾ ചിലപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ബാങ്ക് വിളിക്കുന്ന സൗണ്ട് എടുക്കും. അപ്പോൾ അങ്ങനെ രാത്രിയെ പകലാക്കി ഞാൻ എഴുതി ഏകദേശം 150ഓളം കഥകൾ. 150ഓളം കഥകൾ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ചോദിച്ചു, ഇതൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ബുക്കാക്കുന്നില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബുക്കാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പലരുടെ അടുത്തും പോകണം, അവരോടൊക്കെ സംസാരിക്കണം, എന്താണ് അവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ ബഹ്റൈൻ വിട്ട് പോകുന്നുണ്ടേ ഞാൻ എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി ഞാൻ തന്നെ കത്തിച്ച് കളയും. അങ്ങനെ ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിചാരമോ എൻ്റെ ചിന്തയോ ആയിരുന്നില്ല എൻ്റെ ദൈവത്തിൻ്റെ. അപ്പോൾ പുള്ളിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനപ്രകാരം എൻ്റെ ആദ്യത്തെ ബുക്ക് എത്തി, മിന്നാമിനിങ്ങിൻ്റെ ഇത്തിരി വെട്ടം. അതിന് ഇങ്ങനെ തന്നെ കൊടുത്തു, ബാബാമി കഥകൾ. എന്നോട് പറഞ്ഞതായ, ഞാൻ കേട്ടതായ, ഞാൻ അനുഭവിച്ചതായ, ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതായ ഓരോ കാര്യങ്ങളെയും ഞാൻ എഴുതി കഥകളാക്കി. അതിന് ഞാനിങ്ങനെയാണ് പേരുള്ളൂ, ബാബാമി കഥകൾ. അതിനകത്തും വന്ന് 20ഓളം കഥകൾ. ആദ്യത്തെ പുസ്തകം ഇവിടെ വെച്ചായിരുന്നു, സാറാണ് അതിൻ്റെ പ്രകാശനം ചെയ്തത്, ആ ബുക്കിൻ്റെ കവർ പ്രകാശനം ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ നോവൽ എഴുതി, അത് നാട്ടിലായിരുന്നു അതിൻ്റെ പ്രകാശനം നടന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഓരോ ദിവസവും എഴുതാനെ കൊണ്ട് എനിക്ക് പ്രചോദനം തന്നതായ എൻ്റെ ഓരോ എഴുത്തുകാരൻ, ഞാനിപ്പോൾ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഓരോ ദിവസവും എന്നോട് ചോദിക്കും, നീ ഇന്ന് എന്തെഴുതിയെന്ന് പറഞ്ഞതായ പല ആൾക്കാരുമുണ്ട്. അതിനകത്ത് എൻ്റെ ഗുരുക്കന്മാരുണ്ട്, എൻ്റെ വിശ്വാസ് സാർ എന്ന് പറയുന്ന സാറുണ്ട്, അതുപോലെ റോബിൻ മാഷ് എന്ന് പറയുന്ന സാറുണ്ട്, അതുപോലെ അങ്ങനെ പല ആൾക്കാരോട് ആ സമയം അത് കഴിഞ്ഞ് എന്നോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരും എൻ്റെ റൂമിൽ തന്നെയാണ്. അപ്പോൾ രാത്രി 9:30, 10, 11, 12 വരെ ലൈറ്റ് ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യും. കാരണം മറ്റുള്ളവർക്ക് ഉറങ്ങണം, കൂടെ താമസിക്കുന്നവർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്ത് രണ്ടാമത് ഞാൻ മൊബൈലിനകത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരൊക്കെ എന്നോട് ചോദിക്കുക, എൻ്റെ വെറുതെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഉറങ്ങരുതെന്ന് ചോദിക്കുക. പക്ഷെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് പറഞ്ഞതായ കർത്തവ്യം, ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പിറ്റേ ദിവസം അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നുണ്ടെങ്കിൽ നാണക്കേടാവും, അയ്യോ ഞാനത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെ എഴുതിയാണ് ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തിയത്. പ്രിയമുള്ളവരെ, എന്നെ എഴുത്തിൻ്റെ വഴിയിലേക്ക് ഇത്രമാത്രം എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ടവരായ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.